ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി രാജ്മ വെച്ചിട്ടുള്ള ഒരു കറിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും വൈറ്റ് റൈസിൻ്റെ കൂടെ ആണെങ്കിലും ഈ കറി നല്ല കോമ്പിനേഷനാണ്. നമ്മളിത് ചെയ്യുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. വളരെ ടേസ്റ്റി, നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഞാനിത് പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് നമ്മളിപ്പോൾ എല്ലാ ദിവസവും തന്നെ ഒരു ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ രാജ്മ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. 8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർനൈറ്റ് കുതിർത്ത് വെച്ച രാജ്മ നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് രാജ്മയാണ്. ഇതിലേക്ക് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞത് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. രാജ്മയിൽ ഇതുപോലെ ഉരുളക്കിഴങ്ങ് ചേർത്ത് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു കുറുകലും കിട്ടും. ഇനി ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയും ഒരു ബേ ലീഫും ഒരു കറുത്ത ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കണം. കറുത്ത ഏലക്ക നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 3 ഏലക്ക, 2 ചെറിയ കഷ്ണം പട്ട, 5 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. വലിയ സവാള ആണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. 2 മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു വലിയ പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി കുക്കർ മൂടി 5-6 വിസിൽ വരുന്നവർ ഇതൊന്ന് വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ പാകത്തിന് കുക്ക് ചെയ്തെടുക്കുക. സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് കുക്കറിൻ്റെ സ്റ്റീം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. രാജ്മയും ഉരുളക്കിഴങ്ങെല്ലാം പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു 3-4 സ്പൂൺ രാജ്മയും പൊട്ടറ്റോ എല്ലാം അതുപോലെ എടുത്തിട്ട് സ്പൂൺ കൊണ്ട് നല്ലപോലെ ഉടച്ചു കൊടുക്കണം. അപ്പോൾ കറിക്ക് നല്ലൊരു കുറുകൽ കിട്ടും. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കടായി ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് 3 മിനിറ്റ് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റി കൊടുക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞ് കളർ മാറി പോകാതിരിക്കാൻ വേണ്ടി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കഴിഞ്ഞ് നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന രാജ്മ ചേർത്ത് കൊടുക്കാം. രാജ്മ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇതിൽ പാകത്തിന് വെള്ളമുണ്ട്. വെള്ളം കുറവാണെങ്കിൽ നിങ്ങൾ പാകത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാനൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചന മസാലക്കൊക്കെ ചേർക്കുന്ന ചോളെ മസാല എന്ന് പറഞ്ഞ ഒരു മസാലപ്പൊടിയാണിത്. അത് നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് നോർത്ത് ഇന്ത്യൻ കുക്കിങ്ങിനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. രാജ്മയ്ക്ക് ചേർത്ത് കഴിഞ്ഞപ്പോൾ കറി നല്ലൊരു തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചോള മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടി ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടി ചേർത്ത് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യണം. ഇപ്പോൾ കറി ചെറുതായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കസൂരി മെത്തി കയ്യിൽ വെച്ചൊന്ന് തിരുമിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറി പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം.
റെഡിയായ കറിയുടെ മുകളിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതൊക്കെ ഓപ്ഷനിലാണ്, നമ്മുടെ ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ക്രീം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുമായി നമ്മുടെ രാജ്മ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്